Good afternoon, all. Good afternoon, ma'am. Good afternoon. ഓക്കെ, നമുക്ക് തുടങ്ങാം. 19 പേരുള്ളൂ. 20 പേരുണ്ടായില്ല, ഒരാളിറങ്ങിയ. തുടങ്ങാം നമുക്ക്. ഓക്കെ, പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ചാപ്റ്റർ 9, മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. കിട്ടിയവർ ആരെങ്കിലും എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് പേജ് നമ്പർ ഒക്കെ ഒന്ന് പാസ് ചെയ്തേ. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മോഡ്യൂൾ 4 ആണ്. പേജ് നമ്പർ 15. ഓക്കെ, എല്ലാവരും നമുക്ക് തുടങ്ങാം. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് പേഷ്യന്റിന്റെ സംതൃപ്തി, പേഷ്യന്റിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റ് വന്നു, ഡിസ്ചാർജ്, നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി ഡിസ്ചാർജ് ചെയ്ത് പേഷ്യന്റ് പോയി. പേഷ്യന്റ് പോയതിനു ശേഷം പേഷ്യന്റിന് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ. നമ്മളായാലും ഹോസ്പിറ്റലിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പറയും ഇനി ആ ഹോസ്പിറ്റലിൽ പോണ്ട. നമുക്ക് ഒരുപാട് റീസൺസ് ഉണ്ടാവും പറയാനല്ലേ. അപ്പൊ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ കൂട്ടാം, പേഷ്യന്റിന് എങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ അതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് പറയണത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഇത് ഇൻട്രഡക്ഷൻ ആണ്. ഇൻട്രഡക്ഷൻ തന്നെ ഒരു പേജ് ഉണ്ട്, കണ്ടാ? ഇൻട്രഡക്ഷൻ തന്നെ ഫുള്ള് ഉണ്ട്. അപ്പൊ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താന്നുള്ളത് ഞാൻ പറയും, അത് മാത്രം നിങ്ങൾ ടിക്ക് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി വലിച്ചു വാരി ഒന്നും പഠിക്കണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്താന്നുള്ളത് ഞാൻ പറയും, അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഫസ്റ്റ് വായിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ നിന്നുള്ള ആ കണ്ടന്റ് എന്താന്ന് പറയും. ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ രോഗിയുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് നിരീക്ഷിക്കുകയും അത് മെച്ചപ്പെടുത്തുകയും ചെയ്യാം. അതാ പറഞ്ഞേ, മോണിറ്റർ ചെയ്യാം, നിരീക്ഷിക്കാം, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാം, മെച്ചപ്പെടുത്താം. എന്തെന്നാ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു തൃപ്തി. അതിന്റെ ഇൻട്രഡക്ഷനിൽ പറയണത്, patient satisfaction is a comparative phenomenon which has been around since 1916, but active research on the topic was started in late 1970s and early 1980s. This led to the substitution of the idea of quantity of life by a more patient-centered concept of quality of life. Patient satisfaction incorporates the patient perceived requirements, his expectations from the health system,
and experience of healthcare. This multi-dimensional concept consists of both medical and non-medical aspects of healthcare. ഇവിടെ എന്താ പറയണെന്ന് വെച്ചാൽ എന്താ, ഒരു പേഷ്യന്റ് രോഗിയുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് താരതമ്യേന ഒരു ഫിനോമിനലാണ് എന്ന് വെച്ചാൽ അതൊരു പ്രതിഭാസമാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ പ്രതിഭാസമാണ്, കമ്പാരറ്റീവ് ആയിട്ടുള്ള ഒരു ഫിനോമിനൽ. താരതമ്യം ചെയ്യും പരസ്പരം, പല പേർക്കും പല പേഷ്യന്റ് നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് കമ്പയർ ചെയ്യും അല്ലെ. അങ്ങനെയുള്ള ഒരു കമ്പാരേറ്റീവ് ആയ ഒരു ഫിനോമിനൽ, ഒരു പ്രതിഭാസമാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. അണ്ടർലൈൻ ചെയ്യാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇതിൽ ഒരുപാട് പ്രാവശ്യം വരുന്നുണ്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വാട്ട് ഇസ് എന്താണെന്ന്. ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താ ഒരുപാട് ഡെഫിനിഷൻ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മൾ അണ്ടർലൈൻ ചെയ്യും. ഇതിലേതാ ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയണത് മുഴുവനും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം, അത് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി. ഒരെണ്ണം തന്നെ വീണ്ടും പലതരത്തിൽ പറയണതാണ്, ഒക്കെ ഒന്നാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. അത് വീണ്ടും പല രീതിയിൽ ആവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് ബോറാവും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇതൊക്കെ വായിച്ചു പോകണം. ഓക്കെ, അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പാരറ്റീവ് ഫിനോമിനയാണ്. പിന്നെന്താ പറയണേ, 1960 മുതല് ഈ വിഷയത്തിൽ എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ഗവേഷണം നടത്തി ആരംഭിച്ചിട്ടുണ്ട് അല്ലെ. 1960 മുതല് ഈ പേഷ്യന്റിന് എങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാം, എങ്ങനെ പേഷ്യന്റിന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാം, അതിനെ കുറിച്ച് ഗവേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ 1970 അവസാനത്തിലും 1980 തുടക്കത്തിലും ഇതിനെ കുറിച്ച് അപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. 60 മുതൽ 1980 തുടക്കം വരെ ഇതിനെങ്ങനെ പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും എന്ന് ഇതിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ അളവ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരു മാറ്റം വന്നു. എന്ത് മാറ്റം വന്നോ? ദിസ് ലെഡ് ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഐഡിയ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്. ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന് പറയണത് എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ആ ഒരു ലൈഫ് ക്വാണ്ടിറ്റി അല്ലെ. ക്വാണ്ടിറ്റി എന്താ? അളവ്. ക്വാണ്ടിറ്റി എന്താ? അളവ്. ഈ ജീവിതത്തിന്റെ അളവ് എന്ന ആശയത്തെ മാറ്റി എന്താക്കി മാറ്റി? ക്വാളിറ്റി ഓഫ് മാറ്റി. മനസ്സിലായ? അപ്പൊ ക്വാളിറ്റി എന്നാണ് ലാഷിന പറഞ്ഞത്. ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടില്ല. 1960 മുതൽ ഇതിനെ കുറിച്ച് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 1980 തുടക്കത്തിൽ വരെയും ഇതിനെ കുറിച്ച് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നത് മാറ്റിയിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ആക്കി മാറ്റി. മനസ്സിലായ? ക്വാണ്ടിറ്റി കൊടുക്കണേക്കാളും നല്ലത് ക്വാളിറ്റി കൊടുത്താൽ മതിയെന്ന് ഇവര് തീരുമാനിച്ചു. അപ്പൊ പേഷ്യന്റിന് എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെയാണ് ഇവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വന്നത്. ഇത് മനസ്സിലായ? അപ്പൊ ഇതിലെന്താ പറഞ്ഞേ? ജീവിതത്തിന്റെ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താ? ക്വാണ്ടിറ്റി, അളവ് അല്ലെ. ജീവിതത്തിന്റെ അളവ് എന്നത് മാറ്റിയിട്ട് രോഗിയുടെ സംതൃപ്തിയിൽ എങ്ങനെയാക്കി? ജീവിത നിലവാരമാക്കി, ക്വാളിറ്റി ആക്കി. ഗുണനിലവാരം, അതിന്റെ ക്വാളിറ്റി, പേഷ്യന്റിന്റെ ആ ഒരു ക്വാളിറ്റി ലൈഫ് വന്നു. അത് അണ്ടർലൈൻ ചെയ്യാം. ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് മാറി ക്വാളിറ്റി ഓഫ് ലൈഫ് വന്നു. അത് അണ്ടർലൈൻ ചെയ്യാം. കൺസെപ്റ്റ് വന്നത് എങ്ങനെ? ലെറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഐഡിയ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ബൈ എ മോർ പേഷ്യന്റ് സെന്റേർഡ് കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അണ്ടർലൈൻ ചെയ്താ? ഓക്കെ, നെക്സ്റ്റ് എന്താ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്സ് ദ പേഷ്യന്റ് പെർസീവ്ഡ് റിക്വയർമെന്റ്സ്. എന്ന് വെച്ചാൽ രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്നത് രോഗിയുടെ ആവശ്യങ്ങൾ. രോഗിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്? രോഗിയുടെ ആവശ്യകതകള്, ആരോഗ്യ സംവിധാനത്തിൽ നിന്നുള്ള അവന്റെ പ്രതീക്ഷകള് അല്ലെ. രോഗിയുടെ ആവശ്യങ്ങള്, രോഗിയുടെ പ്രതീക്ഷകള്, പിന്നെ രോഗിയുടെ അനുഭവങ്ങള്, അവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ്. അതും അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്, അവരെന്താ കോർപ്പറേറ്റ് ചെയ്തത്? പേഷ്യന്റ് പെർസീവ്ഡ് റിക്വയർമെന്റ്സ്. ഒന്നാമത്തെ പോയിന്റ് എന്താ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ചെയ്ത് കോർപ്പറേറ്റ്, അവര് എല്ലാവരും കൂടി ഉൾക്കൊള്ളിച്ച് കോർപ്പറേറ്റ് ചെയ്തത് എന്താ? ഒന്നാമത്തെ പേഷ്യന്റിന്റെ ആവശ്യകതകള്, പെർസീവ്ഡ് റിക്വയർമെന്റ്സ്, അതിന്റെ ആവശ്യം അണ്ടർലൈൻ ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് ഹിസ് എക്സ്പെക്ടേഷൻ, പേഷ്യന്റിന്റെ പ്രതീക്ഷകള്. ഒരുപാട് പ്രതീക്ഷയായിട്ടായിരിക്കും ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നത് അല്ലെ.
പക്ഷെ അവിടെ വന്നപ്പോ നേഴ്സ് ആയാലും അവിടുത്തെ മരുന്നിന്റെ ആയാലും അവിടുത്തെ ഡോക്ടേഴ്സ് ആയാലും അവിടുത്തെ വേറെ ഏത് സ്റ്റാഫ് ആയാലും അവർക്ക് അതിന്റെ ഉള്ള ആ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയില്ല. അവരെ എക്സ്പെക്ടേഷൻ, അവർ വിചാരിച്ച എക്സ്പെക്ടേഷൻ അല്ല, പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കും. അപ്പൊ ഹിസ് എക്സ്പെക്ടേഷൻ ഫ്രം ഹെൽത്ത് സിസ്റ്റം, അവർ ആരോഗ്യപരമായിട്ടുള്ള എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകൾ. മൂന്നാമത് പറയുന്നത് എന്താ? എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ. എന്താ? അവരുടെ ആരോഗ്യ പരിരക്ഷയുടെ ആ ഒരു എക്സ്പീരിയൻസ്, അവരുടെ അനുഭവം. ഇത് മൂന്നുമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്, ഉൾക്കൊള്ളുന്നത്. ദിസ് മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ്, ഈ 3 ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ ബഹുമുഖ ആശയം, ഈ 3 ആശയങ്ങളെ വെച്ചിട്ടാണ് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് മാറി ക്വാളിറ്റി ഓഫ് ലൈഫ് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ഈ ബഹുമുഖ ആശയം എന്ന് വെച്ചാൽ മൾട്ടി ഡയമെൻഷൻ, ഈ 3 ആശയങ്ങൾ പറഞ്ഞില്ലേ? എക്സ്പെക്ടേഷൻസ്, എക്സ്പീരിയൻസ്, പെർസീവ്ഡ് റിക്വയർമെന്റ്സ്, ഈ 3 ആവശ്യങ്ങളെ കൂട്ടി പറയണതാണ് മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് എന്ന്, ബഹുമുഖ ആശയങ്ങൾ. ഈ ബഹുമുഖ ആശയങ്ങള് ആരോഗ്യ പരിപാലനത്തിന്റെ മെഡിക്കൽ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ വശങ്ങളിൽ ഉൾപ്പെടുന്നു. മെഡിക്കൽ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ, മെഡിക്കൽ ആയാലും നോൺ മെഡിക്കൽ ആയാലും അതിന്റെ വശങ്ങളിൽ ഈ 3 ആസ്പെക്ട്സും കൂടി കൂട്ടി പറയുന്നു. അങ്ങനെയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് വന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പാരാഗ്രാഫിൽ എന്താ പറയണേ? വേറെ ഒന്നുമില്ല. ഒന്നാമത്തെ പാരാഗ്രാഫിൽ പേഷ്യന്റിന്റെ രോഗി എന്നത് പറയണത് ഇതെന്താ? സാറ്റിസ്ഫാക്ഷൻ. അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതൊരു താരതമ്യം ചെയ്യണ ഒരു പ്രതിഭാസമാണ്, കമ്പാരറ്റീവ് ഫിനോമിനൻ. 1960 മുതൽ ഇതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയെങ്കിലും 1950ന്റെ ഫസ്റ്റ് തന്നെ ഇതിന്റെ പരിഹാരം കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ശരിക്കും വേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ല, ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് ഒരു പേഷ്യന്റിന് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യന്റിന് എന്ത് കിട്ടും? ആ ഹോസ്പിറ്റലിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിന് 3 കാര്യങ്ങൾ അവർ പറഞ്ഞു. പേഷ്യന്റിന്റെ പെർസീവ്ഡ് റിക്വയർമെന്റ്സ്, അതിന്റെ എക്സ്പെക്ടേഷൻസ്, അതിന്റെ എക്സ്പീരിയൻസ്, ഹെൽത്ത് കെയർ. ഇത് 3ഉം കൂടിയുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ്. ഇതെല്ലാം കൂടി ഒരു മെഡിക്കൽ ആയാലും നോൺ മെഡിക്കൽ ആസ്പെക്ട്സിന്റെ എല്ലാ വശങ്ങളും ആരോഗ്യപരമായ വശങ്ങളിൽ ഉൾപ്പെടുന്നു. അതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. ഓക്കെ ആണോ? കുഴപ്പമില്ലല്ല, മനസ്സിലായില്ലേ? ഓക്കെ, രണ്ടാമത് എന്താ പറയണേ? രണ്ടാമത്തെ പാരഗ്രാഫിലെ ഒരുപോലെ തന്നെ പറയണത്, ഒത്തിരി മാറ്റിന്നുള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ്, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയണ പോയിന്റുകൾ മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം, ബാക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. എക്സാമിന് പേപ്പർ ബുക്ക് എടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു വീക്കൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കാണുമ്പോ തന്നെ ദേഷ്യം വരും, ഇത് എന്തോന്നാണ് കുറെ വലിച്ചു വാരിയിട്ടേക്കണം അല്ലെ? അപ്പൊ അതിൽ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് മനസ്സിലാവും. പഠിക്കാൻ നേരത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതാണ് കാര്യം. അതുകൊണ്ടാ പറഞ്ഞ ഇമ്പോർട്ടന്റ് മാത്രം പറയണത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയണത് പേഷ്യന്റ് ഒരുപാടുണ്ടല്ലോ. ഓക്കെ, ഒരുപാടുണ്ട്, പക്ഷെ ടെൻഷൻ അടിക്കണ്ട. ഇത് ഞാൻ എളുപ്പമാണ്. ഒക്കെ ഒന്നല്ലേ, അത് വീണ്ടും റിപ്പീറ്റ് പറയണമെന്നുള്ളൂ. നോ പ്രോബ്ലം, എളുപ്പമാണ്. Next, patient satisfaction is a measure of the extent to which a patient is satisfied with the health care which they got from their health care provider. Patient satisfaction is concerned with how patient assess the quality of their health care experience. It is increasingly being evaluated in surveys of health care settings as a maker of quality of care, together with other dimensions of quality like access, relevance to requirements, effectiveness and efficiency. ഇവിടെ എന്താ പറയണേ? ഇവിടെ പറയണത് പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നത് ഒരു പേഷ്യന്റിന് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ആരോഗ്യ പരിരക്ഷയിൽ എത്രത്തോളം സംതൃപ്തനാണ് എന്നതിന്റെ ഒരു അളവുകോലാണ്. ഇവിടെ എന്താ പറയണേ? ആദ്യം പറഞ്ഞു പേഷ്യന്റ് ഈസ് എന്താ? പേഷ്യന്റ് ഈസ് എ കമ്പാരറ്റീവ് ഫിനോമിനൻ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കമ്പാരറ്റീവ് ഫിനോമിനൻ ആണ്. രണ്ടാമത് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ മെഷർമെന്റ് ആണെന്ന്, ഒരു അളവുകോലാണെന്ന് അല്ലെ? രണ്ടാമത് പറയണത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ മെഷർമെന്റ്, അതൊരു അളവുകോലാണ്. എങ്ങനെയാണ് ഒരു അളവുകോല്? ഒരു പേഷ്യന്റിന് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഹെൽത്ത് കെയർ,
ആ ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഹെൽത്ത് കെയറിൽ ആ പേഷ്യന്റ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നതിന്റെ അളവ് പോലാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ മെഷർ. ഓക്കെ, നെക്സ്റ്റ് എന്താ അവിടെ പറയുന്നത്? അളവ് പോലാണെന്ന് പറഞ്ഞു. ഇനി പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന്, രോഗിയുടെ സംതൃപ്തി ആ പേഷ്യന്റ് അവരെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി ആ പേഷ്യന്റ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഹൗ പേഷ്യന്റ് അസസ് ദ ക്വാളിറ്റി ഓഫ് ദയർ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻക്രീസിംഗ്ലി ബീയിങ് ഇവാലുവേറ്റഡ് ഇൻ സർവേ. ഒരുപാട് സർവേ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തു. എന്തെല്ലാം കാര്യങ്ങൾ അവർ സർവേ ഇവാലുവേറ്റ് ചെയ്തു അതിവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ? ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ മേക്ക് ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ together with other dimension quality like access, relevance to requirements, effectiveness and efficiency. ഒന്നുകൂടി പറയാം. ഒരു രോഗി, നമ്മൾ പറഞ്ഞു, ഒരു രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത് ആ പേഷ്യന്റിന്റെ ഒരു മെഷർമെന്റ് ആണ്, അളവുകോലാണ്. ആ അളവുകോൽ എന്നത് ആ പേഷ്യന്റിന് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എത്രത്തോളം ട്രീറ്റ്മെന്റ് കിട്ടിയോ, പരിചരണം കിട്ടിയോ അതിനനുസരിച്ചിരിക്കും. പിന്നെന്താ പറഞ്ഞേ? ആ ഒരു രോഗി അവരുടെ അനുഭവത്തിൽ നിന്ന് ആ ഹോസ്പിറ്റലിൽ കിടന്നു, അതിൽ നിന്നാണ് ആ പേഷ്യന്റ് വിലയിരുത്തുന്നത്, അല്ലെ? അത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു സർവേ ഇവാലുവേറ്റ് ചെയ്തു. അവരൊരു സർവേ ഇവാലുവേറ്റ് ചെയ്തപ്പോ അവർക്ക് കിട്ടിയത് എന്തൊക്കെയാണ് അവർ നോക്കണേ? അവർക്ക് ലഭിക്കുന്ന പരിചരണം ഗുണനിലവാരമുള്ളതാണോ? ഒരു ഒന്നാമത്തെ സർവേ അവർ ഇവാലുവേറ്റ് സർവേ ചെയ്യണം. എന്താ? ഹെൽത്ത് കെയർ സെറ്റിംഗ് അവർക്ക് കിട്ടിയ ഇത് മേക്ക് ഓഫ് ക്വാളിറ്റി കെയർ ആണോ? കെയറിൽ ക്വാളിറ്റി ഉണ്ടോ? അവർക്ക് ഗുണമേന്മയുള്ളതാണോ? നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് എന്താ? അവിടെ കിട്ടിയ ലഭ്യമാകുന്ന സർവീസ്, ഫെസിലിറ്റീസ് അതെല്ലാം അവർക്ക് ഗുണനിലവാരമുള്ളതാണോ? പിന്നെന്താ അവര് പറയണേ? റിലവൻസ് ഓഫ് റിക്വയർമെന്റ്സ്. റിലവൻസ് ഓഫ് റിക്വയർമെന്റ്സ് എന്താ? ആവശ്യങ്ങളുടെ പ്രസക്തി. അവിടെ എന്തെല്ലാം ആവശ്യങ്ങൾ അവിടെ ഉണ്ടായി അതിന്റെ ഒരു പ്രസക്തി. എഫക്റ്റീവ്നെസ്, കാര്യക്ഷമതയുണ്ടോ? എഫിഷ്യൻസി, ഫലപ്രദമാണോ? ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ആ ഒരു പേഷ്യന്റിന്റെ മെഷർമെന്റ് അളവുകോലാണെന്ന് പറയണത്. സാറ്റിസ്ഫാക്ഷൻ അളവുകോലാണെന്ന് പറയണത്. അതാണ് രണ്ടാമത് പറയണത്. ഓക്കെ, മൂന്നാമത് എന്താ പറയണേ? മൂന്നാമത്തെ പാരാഗ്രാഫിൽ പറയണത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. Continuous measuring of patient satisfaction and enhancing patient experience can be achieved. അപ്പൊ മൂന്നാമത് എന്താ പറയണേ? മൂന്നാമത് നമ്മൾ ഒന്നാമത്തേല് പറയുന്ന പോയിന്റ് ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കമ്പാരറ്റീവ് ഫിനോമിനൻ. മൂന്നാമത് മെഷർമെന്റ്. രണ്ടാമത് മെഷർമെന്റ്. മൂന്നാമത് പറയണത് വൈറ്റൽ മെട്രിക് ടു സ്കെയില്. വൈറ്റൽ മെട്രിക് എന്ന് വെച്ചാൽ എന്താ? പ്രധാനപ്പെട്ടത്, പ്രധാനപ്പെട്ട ഒരു അളവുകൾ. അപ്പൊ ഇതിലെന്താ പറയണേ? പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, മൊത്തത്തിലുള്ള ആരോഗ്യരക്ഷയുടെ ഗുണനിലവാരം അളക്കുന്നതിനുള്ള ആ ഒരു അത്യാന്ത ഇതാണെന്നാ പറയണത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ആ പേഷ്യന്റിന്റെ ഫുള്ള് ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള ആ ഒരു എന്താ മെഷർമെന്റ്, അളക്കുന്നതിനുള്ള ആ ഒരു സ്കെയില്, അതാ പറയണേ. അളക്കുന്നതിനുള്ള ആ ഒരു സ്കെയിലാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയണത്. ഓക്കെ, പിന്നെന്താ പറയണേ? വിത്ത് ദ ഹെൽപ്പ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതിന് സഹായിക്കാനായിട്ട്, ഈ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടർച്ചയായിട്ട് എന്ത് വേണം? തുടർച്ചയായിട്ട് പേഷ്യന്റിനെ തുടർച്ചയായിട്ടുള്ള അളക്കല്, രോഗിയുടെ അനുഭവം, ഇതൊക്കെ കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് മെഷറിംഗ് ഓഫ് പേഷ്യന്റ്. പേഷ്യന്റിനെ അളക്കാന്ന് വെച്ചാൽ പേഷ്യന്റിനെ അറിയാം, പേഷ്യന്റിനെ മനസ്സിലാക്കാം. ഓക്കെ, അതാ കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ്. പിന്നെ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻഹാൻസിംഗ്, വർദ്ധിക്കൂട്ടാം പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ക്യാൻ ബി അച്ചീവ്ഡ്. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. പിന്നെന്താ? പേഷ്യന്റുമായിട്ട് വികസിപ്പിച്ച ഒരു ചോദ്യാവലിയിലൂടെ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്. ഇവിടെ പറയേണ്ടത് പേഷ്യന്റ് ഇവാലുവേറ്റഡ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇവാലുവേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനെയർ, ചോദ്യനെ
ചോദ്യം വാല്യൂയിലൂടെ ഡെവലപ്ഡ് ദ പേഷ്യന്റ് വിച്ച് ഗാതേർഡ് ഇൻഫർമേഷൻ about the time spent and appointments, travel cost and prescription, quality of service. എന്ന് വെച്ചാൽ എന്താ, രോഗിയുടെ ആ ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങള് ഒരു മിനിറ്റ് സോറി കേട്ടോ, ഭയങ്കര തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയണത് മൊത്തത്തിലുള്ള ഒരു പേഷ്യന്റിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരം അളക്കാനുള്ള ഒരു സ്കെയിലാണ്. ഓക്കെ, പിന്നെ അതിനെ നമ്മൾ എന്താ, ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ സർവേയുടെ സഹായത്തോടെ പേഷ്യന്റിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിന്റെ ഒരു സർവേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ സഹായത്തോടു കൂടി രോഗിയുടെ തുടർച്ചയായ സാറ്റിസ്ഫാക്ഷൻ, തുടർച്ചയായ രോഗിയെ അളക്കണം, മെഷർമെന്റ് ചെയ്യണം, കണ്ടിന്യൂസ് മെഷർമെന്റ്, രോഗിയെ തുടർച്ചയായിട്ട് അളക്കലും രോഗിയുടെ അനുഭവങ്ങളും നമുക്ക് കൈവരിക്കാൻ കഴിയും. ആ രോഗിയുടെ കൂടെ കുറച്ചു നേരം നമ്മൾ ഇരിക്കാം, ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചു നേരം ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ആ രോഗി നമ്മളോട് കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പേഷ്യന്റിന് ഇന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അവരോട് അതാണ് പറയണേ, കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് എന്ന് വെച്ചാൽ പേഷ്യന്റിനോട് അളക്കാന്നല്ല, പേഷ്യന്റിന്റെ അടുത്ത് പോയി നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ എൻഹാൻസിങ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യന്റിന്റെ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ എക്സ്പീരിയൻസ്, അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ, പേഷ്യന്റിന്റെ ഓരോ അനുഭവങ്ങൾ നമ്മളോട് വിവരിക്കും. അപ്പൊ നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതനുസരിച്ച് നമുക്ക് അവരോട് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു സംതൃപ്തി ആയിരിക്കും. നമ്മൾ അവരുടെ കൂടെ ഇടപഴകി അവരോട് സംസാരിക്കുമ്പോൾ അവർക്കും നല്ലൊരു സംതൃപ്തി ആയിരിക്കും പേഷ്യന്റിന്. അപ്പൊ അങ്ങനെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാം. പിന്നെന്താ, കൂടുതൽ പ്രയത്നമില്ലാതെ രോഗിയുടെ ഫീഡ്ബാക്ക് കണ്ടെത്താൻ സഹായിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എഫേർട്ട് എടുക്കണ്ട അല്ലെ. എഫേർട്ട് എടുക്കാണ്ട് തന്നെ പേഷ്യന്റിനോട് നമ്മൾ ഉള്ളു തുറന്ന് നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ അവര് നമ്മളോട് എല്ലാ കാര്യവും സംസാരിച്ച് അവരെ മനസ്സിലാക്കാനും, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് നമ്മൾ എഫേർട്ട് എടുക്കാണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എന്താ പറഞ്ഞേ, പേഷ്യന്റുമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു ക്വസ്റ്റിനെയർ, ചോദ്യാവലിയിലൂടെ നമ്മൾ അവരോട് നമ്മൾ സംസാരിച്ചു ഒരു ഡീലപ്പ് ഉണ്ടാക്കി അല്ലെ. അപ്പൊ ഈ ഒരു ചോദ്യാവലിയിലൂടെ രോഗിയുടെ എന്താ, നമുക്ക് പേഷ്യന്റിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് കുറെ നേരം അവരോട് സമയം ചെലവഴിച്ച്, പിന്നെ അവരുടെ കാര്യങ്ങൾ, യാത്രാ ചെലവ് എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ കാര്യങ്ങള് ഡെവലപ്പിംഗിന് പേഷ്യന്റിന് നമ്മൾ ഇപ്പൊ എക്സ്റേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിന്റെ കൂടെ പോകും. ആ പോണ ടൈം നമ്മൾ അവരെ കൂടെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അവരോട് വേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുക, പിന്നെ വിവരങ്ങൾ നൽകുക, അത്രേ ഉള്ളൂ അവിടെ പറഞ്ഞത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. ട്രാവൽ കോസ്റ്റ്, പെർസെപ്ഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് സർവീസ്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ സർവീസ് ക്വാളിറ്റി ഓഫ് സർവീസ് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു താല്പര്യം തോന്നും, ഹോസ്പിറ്റലിനോട് ഒരു താല്പര്യം തോന്നും. അപ്പൊ പേഷ്യന്റിന് അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ ഇത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. അവിടെ വരെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അവിടെ അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കണേ, അണ്ടർലൈൻ ചെയ്താ ഹെൽത്ത് കെയർ ക്വാളിറ്റി വരെയും മൂന്നാമത്തേൽ അണ്ടർലൈൻ ചെയ്താ 3 ലൈനിൽ 3 തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് സാറ്റിസ്ഫാക്ഷൻ ഈ പറഞ്ഞത് തന്നെ പല തരത്തിൽ പറയണമെന്നുള്ളൂ. നമുക്ക് തന്നെ ഭ്രാന്താവും പറഞ്ഞു, പക്ഷെ നമുക്കിത് വായിക്കണ്ടേ, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആർ എ vital way to scale however your patients feel about their experience with your practice. Satisfied patients are more probable to recommend your practice to others, as there are also less probable to file complaints. എന്നുവെച്ചാൽ എന്താ, പേഷ്യന്റ് അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ സർവേകള് നമ്മുടെ പരിശീലനത്തോടൊപ്പം അവരുടെ നമ്മളിങ്ങനെ അവരെ കൂടെ കുറെ നേരം ഇരുന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ എഫേർട്ട് എടുക്കാണ്ട് തന്നെ അവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അവർക്ക് ഇഷ്ടമില്ലാത്തത് എന്താണെന്ന് നമ്മള് മനസ്സിലാക്കി. ഇതൊക്കെ അവരുടെ അനുഭവത്തെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഷ്യന്റിന് എങ്ങനെ തോന്നുന്നുണ്ടെന്ന് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതാ പറഞ്ഞത്. എന്തെന്നാ,
ടു ഹൗ യുവർ പേഷ്യന്റ്, നമ്മൾ ഇവരെ കുറിച്ച് മനസ്സിലായി അവരെഴുതുന്നു. എന്നിട്ട് നമ്മുടെ പേഷ്യന്റിനെ ഹൗ യുവർ പേഷ്യന്റ് ഫീൽ, നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ പേഷ്യന്റിന് എങ്ങനെയാണ് ഫീൽ ചെയ്യണത്, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് തോന്നുന്നുണ്ടെന്ന് അത് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തുക. നമുക്കതിന് എക്സ്പീരിയൻസ് വിത്ത് യുവർ പ്രാക്ടീസ് നമ്മളോട് ചെയ്യാൻ പറ്റൂന്നാണ്. സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് മോർ പ്രോബ്ലം. പിന്നെന്താ പറഞ്ഞേ, സാറ്റിസ്ഫാക്ഷൻ, തൃപ്തരായ പേഷ്യന്റ് നമ്മൾ എന്തെങ്കിലും അവർക്ക് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശുപാർശ ചെയ്യും. ഇന്ന നഴ്സ് ഇപ്പൊ ശുപാർശ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല അവർ പരാതികൾ ഫയൽ ചെയ്യാനുള്ള സാധ്യതകളും കുറവാണെന്നാ പറഞ്ഞത്. ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്സ് എന്ന് വെച്ചാൽ നമ്മളൊരു പേഷ്യന്റിനോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ആ പേഷ്യന്റ് നമ്മളെ കുറിച്ച് കംപ്ലൈന്റ് പറയില്ല അല്ലെ. അവരെ കുറിച്ച് കംപ്ലൈന്റ് പറയില്ല. ഒരു ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർ പറയും അതൊരു പാവൻ സിസ്റ്ററാണ്, അവർക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മൾക്ക് അവര് വിളിച്ചിട്ടെത്താൻ പറ്റിയില്ല, അവര് ഇന്ന സ്ഥലത്ത് അവരെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് പോയി, നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ നിന്ന് അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി. കുറെ കഴിഞ്ഞ് അവര് ചെക്കപ്പിനൊക്കെ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കും. അപ്പൊ നമ്മൾ വല്ല തിരക്കിലായിരിക്കും, നമുക്ക് വരാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവർക്ക് മനസ്സിൽ വിചാരിക്കും ആ സിസ്റ്റർക്ക് തിരക്കായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ ആ സിസ്റ്റർക്ക് എന്ത് ജാടിയാണ് സ്വയത്ത് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് പറയും അല്ലെ. അപ്പൊ അങ്ങനെയല്ല, അവർക്ക് മനസ്സിലായി ആ സിസ്റ്റർക്ക് പിന്നെ അവർ വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് വേറെ വാർഡിലോട്ട് പറയുകയാണെങ്കിൽ അവര് നമ്മളെ അന്വേഷിക്കും. ഇന്ന വാർഡിൽ ഞാൻ കിടന്നപ്പോൾ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ആ സിസ്റ്ററെ കൂടെ മതി എനിക്ക് എന്നൊക്കെ അവര് പേഷ്യന്റ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ അതൊരു ഇഷ്ടമാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ തന്നെ, ഞാനൊരു ഇഷ്ടമില്ലാത്ത ക്ലാസ്സിൽ ഇരിക്കുമ്പോ നിങ്ങൾ തന്നെ പറയും ആ ടീച്ചർ വേണ്ട, ആ ടീച്ചർ എടുക്കണമെന്നൊന്നും മനസ്സിലാവണില്ല എന്നൊക്കെ ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ എനിക്കതൊരു കംപ്ലൈന്റ് ആണ് അല്ലെ. അല്ലെങ്കിൽ ആ ടീച്ചർ കുഴപ്പമില്ല, ആ ടീച്ചർ എടുക്കണം അങ്ങനെയൊക്കെ പറയുമ്പോൾ അതുപോലെയാണ് ഒരു പേഷ്യന്റും അവിടുത്തെ സ്റ്റാഫും തമ്മിലുള്ള ഇത്. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് വേണം ആ പേഷ്യന്റ്, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ആ പേഷ്യന്റ് വീണ്ടും അവരെ റെക്കമെൻഡ് ചെയ്യും, അവരെ കുറിച്ചൊരു കംപ്ലൈന്റ് പറയുകയില്ല. അതാണ് ലാസ്റ്റ് പറഞ്ഞത്. സാറ്റിസ്ഫൈഡ് പേഷ്യന്റ് മോർ പ്രോബബിൾ റെക്കമെൻഡ് യുവർ പ്രാക്ടീസ് ടു അതേഴ്സ്, റെക്കമെൻഡ് ചെയ്യും. ആൻഡ് ദേ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫൈൽ കംപ്ലൈന്റ്. അപ്പൊ അവർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല, ഒരു കംപ്ലൈന്റ് ചെയ്യില്ല, പേഷ്യന്റ് ഇഷ്ടമായില്ല അങ്ങനെ ചെയ്യണം എന്നാ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ, പേഷ്യന്റ് നെക്സ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട് ഇതില്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ഇത് തന്നെയാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ഓഫ് ക്വാളിറ്റി. അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇതിലൊന്നും ഇല്ല കേട്ടോ, ഇതിൽ അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് അതൊരു പാരാമീറ്റേഴ്സ് ഓഫ് ക്വാളിറ്റിയിലാണ്. എന്ന് വെച്ചാൽ എന്താ, ഗുണനിലവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്ററുകളിൽ ഒന്നായിട്ടാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാ കണക്കാക്കപ്പെടുന്നത്? പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഗണിതശാസ്ത്രത്തിലൊക്കെ ഉള്ള പോലെ ഒരു അളവ് പോലെ, ഒരു സ്കെയില്, നമ്മൾ തുടക്കത്തിൽ പറയുന്നത് മെഷർമെന്റ് ആണ്, സ്കെയിലാണ്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളവ് പോലാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെ ഇച്ചിരി കൂടി വിപുലീകരിച്ച് ഒരു ഭംഗിയിൽ പറഞ്ഞതാണ് പാരാമീറ്റർ. മനസ്സിലായ? അതും എന്ത് തന്നെ ഒരളവ് പോലാണ്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് കൺസിഡേർഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ഓഫ് ക്വാളിറ്റി. അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും അണ്ടർലൈൻ ചെയ്യാട്ടാ, ഞാൻ വീണ്ടും പറയണേ, അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഓക്കെ, ഗുണനിലവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്ററുകളിൽ ഒന്നായിട്ടാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കണക്കാക്കപ്പെടുന്നത്. ഇനി എന്താ പറഞ്ഞേ, അതിൽ നെക്സ്റ്റ് ദ മെഷർമെന്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ ഇമ്പോർട്ടന്റ് ടൂള്. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിന് ടൂൾസുകളുണ്ട്, ഇമ്പോർട്ടന്റ് ആയ ടൂൾസുകളുണ്ട്. ആ ടൂൾസിൽ ഒന്നാണ് നമ്മൾ പേഷ്യന്റിനെ പോയി സ്റ്റെതസ്കോപ്പ് എടുത്ത് പരിശോധിക്കാൻ പറ്റില്ല. ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണോ എന്ന് ഇവരെ പരിശോധിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ മനസ്സ് കണ്ടറിഞ്ഞ് അവരെ കൂടെ നിന്ന് മനസ്സിലാക്കിയാൽ അവർ സാറ്റിസ്ഫാക്ഷൻ ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് എന്താ, ഭരണം, അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ നമ്മളുടെ ആ ഒരു ഭരണം എങ്ങനെ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ, അതനുസരിച്ചിരിക്കും. പിന്നെന്താ, പിന്നെ റിസർച്ച് എന്താ, ഗവേഷണം. നമ്മൾ പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, ഗവേഷണം. പിന്നെ അതിന്റെ പ്ലാനിങ്, ആസൂത്രണം. ഈ 3 കാര്യങ്ങൾ രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നത് ഗവേഷണം, ഭരണം, ആസൂത്രണം എന്നിവയ്ക്കുള്ള ഒരു പ്രധാന ഉപകരണമാണ്. ഇവയ്ക്കുള്ള ഒരു പ്രധാന ഉപകരണമായിട്ടാണ് ദ മെഷർമെന്റ് ഓഫ് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം.
The measurement of patient satisfaction is the important tool for research, administration and planning. Research, administration and planning. Important tool ആണ്. അപ്പൊ ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ 2 പോയിന്റ് വരും. Patient satisfaction is an important parameters of quality. Next വന്നത് the measurement of patient satisfaction is an important tool. 3 കാര്യങ്ങളാണ് research, administration, planning. Okay. അപ്പൊ അതോടുകൂടി നമ്മുടെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 4 പോയിന്റ് കൂടിയും കഴിയണം. വേഗം കഴിയും. ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. ക്ലയന്റ് എന്ന് പറയുന്നത് എന്താ? പേഷ്യന്റ് തന്നെ. ഇത് തന്നെ പറയണത്. ക്ലയന്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് അല്ലെ? പേഷ്യന്റിന്റെ ആ ഒരു സംതൃപ്തി. എന്താ അവിടെ പേഷ്യന്റിന്റെ സംതൃപ്തിയെ കുറിച്ച് പറയണേ? നമുക്ക് നോക്കാം. എന്താ പേഷ്യന്റിന്റെ സംതൃപ്തി? Client satisfaction is a decisive index. Decisive എന്ന് വെച്ചാൽ എന്താ? Decisive index. അണ്ടർലൈൻ ചെയ്യാം. വേറെ രീതിയിൽ പറയണം. ഒക്കെ ഇൻഡെക്സ് ആണ്. ഒക്കെ അതുപോലാണ്. ഇൻഡെക്സ്, സ്കെയില്, മെഷർമെന്റ്. അപ്പൊ ഇത് വേറെ രീതിയിൽ പറഞ്ഞു. ഡിസൈസീവ്. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഡിസൈസീവ് ഇൻഡെക്സ് ആണ് ഫോർ അസർട്ടിംഗ് ദ ക്വാളിറ്റി സർവീസസ് ആൻഡ് ദ വേ ഇൻ വിച്ച് ദർ ആർ ഗിവൺ ബൈ മെഡിക്കൽ സ്റ്റാഫ്. പിന്നെ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ഫിസിഷ്യൻ, നഴ്സ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ്, ഫുഡ് സർവീസ് ആർ ദ മെയിൻ ഡിറ്റർമിൻസ് ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ഇൻ ഹോസ്പിറ്റൽ പേഷ്യൻസ്. എന്ന് വെച്ചാൽ എന്താ? ക്ലയന്റ്, ഒരു പേഷ്യന്റ് തൃപ്തി എന്നത് മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന ഗുണനിലവാരമുള്ള സേവനങ്ങളും അവ നൽകുന്ന രീതിയും കണ്ടെത്തുന്നതിനുള്ള ഒരു നിർണായകമായ ഡിസൈസീവ് ഇൻഡെക്സ് ആണ്. നിർണായകമായ സൂചികയാണ്. ഡിസൈസീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താണ് ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? ഗുണനിലവാരമുള്ള സേവനങ്ങളും അവ നൽകുന്ന രീതിയും കണ്ടെത്തുന്നതിനുള്ള. എങ്ങനെയാണ് നമ്മൾ പേഷ്യന്റിനെ നോക്കുന്നത്? അതെങ്ങനെ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്? അതിനുള്ള ഒരു പ്രത്യേക രീതിയാണ് ഡിസൈസീവ് ഇൻഡെക്സീവ്. അത് കൊടുക്കുന്ന ഡിസൈസീവ് ഇൻഡെക്സ് ആണ് പേഷ്യന്റിന്റെ, ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ടൂൾസുകൾ പറഞ്ഞു. ഫിസിഷ്യൻ ആരൊക്കെയാണ് ഇതിലെ ആ ഹോസ്പിറ്റലിൽ രോഗികളുടെ സംതൃപ്തി പ്രധാനപ്പെട്ട ഈ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പ്രധാനപ്പെട്ട കുറച്ച് ഘടകങ്ങൾ വേണം. ആ ഘടകങ്ങളാണ് ഫിസിഷ്യൻ അല്ലെ? രോഗി വന്നാൽ രോഗിനെ നോക്കാൻ ഡോക്ടർ വേണം. ആ ഡോക്ടർ സാറ്റിസ്ഫാക്ഷൻ നല്ല നീറ്റ് ആയിട്ടിരിക്കണം. നഴ്സുമാര് പെരുമാറണം നല്ലതായിരിക്കണം. അവിടുത്തെ എക്യുപ്മെന്റ്, അവിടെ ഉപകരണങ്ങൾ, അവിടുത്തെ സാധനങ്ങൾ. പിന്നെ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ലിഫ്റ്റോ വരും, ഓപ്പറേറ്റർ വരും, അറ്റൻഡർ വരും, സ്വീപ്പർ വരും. അവരെങ്ങനെയുള്ള ആ ഹോസ്പിറ്റലിലെ കീപ്പ് ചെയ്യുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബില്ലിംഗ് സെക്ഷനില് പിന്നെ ഫുഡ് സർവീസ് അല്ലെ? ക്യാൻറ്റീനില് ഫുഡൊക്കെ രാവിലത്തെ ഫുഡ് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് വൈകുന്നേരം രാവിലത്തെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടമുണ്ടാവോ? ഇല്ല. ഉച്ചക്കത്തെ ഫുഡ് പറഞ്ഞിട്ട് അത് രാത്രി കിട്ടിയാലോ? അതും പറ്റില്ല. അപ്പൊ ഫുഡ് സർവീസ് ഇതൊക്കെയാണ് മെയിൻ ഡിറ്റർമിൻ ആയിട്ട് ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ. ഈ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്ന രോഗികളുടെ മൊത്തത്തിലുള്ള സംതൃപ്തിയുടെ പ്രധാന ഘടകങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. ഹോസ്പിറ്റലില് രോഗിയുടെ സാറ്റിസ്ഫാക്ഷനുള്ള പ്രധാന ഘടകങ്ങൾ എന്താ? ഫിസിഷ്യൻ, നഴ്സ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ്, ബില്ലിംഗ് ആൻഡ് ഫുഡ് സർവീസസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത അണ്ടർലൈൻ ചെയ്യാം. എന്താണ്? ഹോസ്പിറ്റലില് മൊത്തത്തിലുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ. ഹോസ്പിറ്റലിൽ എന്താ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ? ഹോസ്പിറ്റലില് 4 കാര്യങ്ങളും ഫിസിഷ്യന്, നഴ്സ്, എക്യുപ്മെന്റ്, ഹൗസ് കീപ്പിംഗ് ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കണം. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റലിൽ നിലനിന്ന് പോവുള്ളൂ അല്ലെ? പേഷ്യന്റ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ടാ? ഇല്ല. നെക്സ്റ്റ് എന്താ? Next, the patient satisfaction is of a predominant importance in ensuring better quality on the way to total quality management. Since the patient and the customer is one who decides the quality, who receives goods or services, who pursues the other to accept it, who decide your market strategy, who provide correct feedback about the performance of the hospital, and make success the program of total quality management. എന്താ പറഞ്ഞേ? ഇവിടെ പറഞ്ഞേക്കുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഗുണനിലവാരമുള്ള മാനേജ്മെന്റിൽ ഏറ്റവും നല്ലൊരു മാനേജ്മെന്റ് വേണം അല്ലെ? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഈ ഒരു നല്ലൊരു ടോട്ടൽ ക്വാളിറ്റിയിലുള്ള ഈ ഒരു മാനേജ്മെന്റിലേക്ക് എത്താൻ
മികച്ച നിലവാരം ഉറപ്പാക്കുന്നതിന് രോഗിയുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷന് പ്രധാന പങ്ക് വഹിക്കുന്നു. അതാ ഇവിടെ പറഞ്ഞേ, ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന് നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ അവിടെ നിലനിന്ന് പോകില്ല അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ഒരു മാനേജ്മെന്റ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് നിലനിന്ന് പോണത്. അപ്പൊ ക്വാളിറ്റി ഉള്ള ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പേഷ്യന്റിന് അവിടെ നല്ലൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ, പേഷ്യന്റിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഗുണനിലവാരമുള്ള മാനേജ്മെന്റിലേക്ക് എത്താൻ ഏറ്റവും നല്ലത് എന്താ? മികച്ച നിലവാരം ഉറപ്പാക്കാനായിട്ട് രോഗിയുടെ സാറ്റിസ്ഫാക്ഷന് പ്രധാന പങ്ക് വഹിക്കുന്നു. അതവിടെ പറഞ്ഞത്. പിന്നെന്താ, ഈ ഗുണനിലവാരം തീരുമാനിക്കുന്നത് ആരാ? ഒരു പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാ? പേഷ്യന്റ് തന്നെ. മനസ്സിലായ? പേഷ്യന്റ് തന്നെയാണ്. സിൻസ് ദ പേഷ്യന്റ് എന്ന് വെച്ചാൽ കസ്റ്റമർ, ആ ഹോസ്പിറ്റലിന്റെ പേഷ്യന്റ് എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിന്റെ കസ്റ്റമർ അല്ലേ? അവരാണ് വൺ ഹു ഡിസൈഡ് ദ ക്വാളിറ്റി. ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, സാറ്റിസ്ഫാക്ഷൻ ആണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? തീരുമാനിക്കുന്നത് പേഷ്യന്റ് തന്നെയാണ്. അവരെന്താ ചെയ്യണേ? ഹോസ്പിറ്റലിൽ നിന്നുള്ള സേവനങ്ങൾ സ്വീകരിക്കുന്നു. എന്താ ചെയ്യാ? ഹു റിസീവ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹു റിസീവ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഹോസ്പിറ്റലിൽ നിന്നുള്ള സേവനങ്ങൾ സ്വീകരിക്കുന്നു. പിന്നെന്താ? അത് സ്വീകരിക്കാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. ഹു പെർസ്യൂഡ് ദ അതർ ടു ആക്സെപ്റ്റ്. പെർസ്യൂഡ് പ്രേരിപ്പിക്കുക അല്ലെ? ഹു പെർസ്യൂഡ് ദ അതർ ടു ആക്സെപ്റ്റ്. അവര് സ്വീകരിക്കുന്നു അവിടുത്തെ സഹായങ്ങൾ, അതുപോലെ തന്നെ അത് സ്വീകരിക്കാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് നല്ലതായ അവര് വീട്ടിൽ ചെന്ന് പറയും ആ ഹോസ്പിറ്റലിൽ കുഴപ്പമില്ല, നല്ലതാണെന്ന്. അപ്പൊ അവരെ റിലേറ്റീവ്, അവരെ നൈബേഴ്സ്, അവരെ വീട്ടുകാരൊക്കെ വന്നത് ഹോസ്പിറ്റലായിരിക്കും. പക്ഷെ ഇവരെ പോലെ ഇവരനുസരിച്ചിരിക്കും. ഇവര് ചീത്ത മോശമാണ്, ആ ഹോസ്പിറ്റലിൽ പോണ്ട, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ വരുമോ? ഇല്ല. അപ്പൊ അതാ പറഞ്ഞത്, ഗുണനിലവാരം തീരുമാനിക്കുന്നത് രോഗിയാണ്. സേവനങ്ങൾ അവർ സ്വീകരിക്കും, അതുപോലെ തന്നെ അത് സ്വീകരിക്കാനായിട്ട് മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നു. അവിടെ മാർക്കറ്റ് തന്ത്രങ്ങള്. ഹു ഡിസൈഡ് യുവർ മാർക്കറ്റ് സ്ട്രാറ്റജി. മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താ? മാർക്കറ്റ് തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ മാർക്കറ്റിലെ പോലെ എന്ന് വെച്ചാൽ എങ്ങനെയാണ് തീരുമാനിക്കണേ? ഒരു മാർക്കറ്റിൽ എങ്ങനെ നിറച്ച ആളുകൾ തിങ്ങിക്കൂടി അല്ലേ മാർക്കറ്റ്, അതുപോലെ ഒരു ഹോസ്പിറ്റൽ അപ്പൊ എങ്ങനെയായിരിക്കും? ഹോസ്പിറ്റല് ഒരുപാട് ആളുകൾ, മാർക്കറ്റില് പല സെക്ഷന് പല ഇതായിട്ടായിരിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും അതേ സ്ട്രാറ്റജി, നല്ല തിക്കും തിരക്കും പോലെ വരുത്തണം അല്ലെ. മാർക്കറ്റിൽ പല ഇതിലും ആൾക്കാരുണ്ടാവും. അപ്പൊ അതുപോലെ ഹോസ്പിറ്റലും ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി പോലെയാണ് നിൽക്കുന്നത്. അതാണ് പറഞ്ഞത്, മാർക്കറ്റിന്റെ തന്ത്രങ്ങള് പോലെയാണ് അവിടെ തീരുമാനിക്കുന്നത്. ഹു പ്രൊവൈഡ്, അവിടെ കൊടുക്കുന്നത് എന്താ? ഫീഡ്ബാക്ക് നൽകും. അവിടെ സമ്പൂർണ്ണ ഗുണനിലവാരം കിട്ടാൻ, നല്ലൊരു ഗുണനിലവാരം കിട്ടാനായിട്ട് മാനേജ്മെന്റിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്, വിജയിപ്പിക്കുകയും ചെയ്യണം. അതുപോലെ അവന്റെ നല്ല ഫീഡ്ബാക്ക് ആൻഡ് മേക്ക് സക്സസ് എ പ്രോഗ്രാം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. മാനേജ്മെന്റിന് നമ്മൾ നല്ലൊരു ഫീഡ്ബാക്കും കൊടുക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ നല്ല രീതിയിലാണെന്നുള്ളൊരു ക്വാളിറ്റി മാനേജ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, സക്സസ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്. അതിലൊന്നുമില്ല, മാനേജ്മെന്റിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നല്ല മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. മാനേജ്മെന്റ് നല്ലതാണെങ്കിൽ പേഷ്യന്റിന് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ സ്വീകരിക്കണം, അത് നോക്കണത് എന്താണ്? പേഷ്യന്റ് തന്നെയാണ്. അവരവിടുന്ന് സർവീസ് ചെയ്യും, അവര് അവിടുന്ന് ഇത് സ്വീകരിക്കും, അത് മറ്റുള്ളവരെ അവര് സ്വീകരിപ്പിക്കും. അങ്ങനെയല്ലേ അവിടെ കിട്ടുന്നത്? അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. ഫസ്റ്റ് പോയിന്റ് എന്നാലും അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ പ്രിഡോമിനന്റ് ഇമ്പോർട്ടൻസ് ഇൻ എൻഷുറിംഗ് ബെറ്റർ ക്വാളിറ്റി ടു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അത് അണ്ടർലൈൻ ചെയ്യാം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആവാനായിട്ട് എന്ത് ചെയ്യണം? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യാം. രണ്ടാമത്തതിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ? Patient satisfactions are sign of how the patient has recognized the other qualitative aspects of care and can be used as a substitute measure of those aspects. എന്താ മൂന്നാമത് പറഞ്ഞേ? പേഷ്യന്റിന്റെ പരിചരണത്തിന്റെ ആ ഗുണപരമായ വശങ്ങള് രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ അടയാളമാണ് ആ രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ എല്ലാ വശങ്ങൾക്കും പകരമായിട്ട് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഈസ് എ how of the patient recognize. അതെങ്ങനെ തിരിച്ചറിഞ്ഞു? അതാ പറഞ്ഞേ, പേഷ്യന്റിന് കൊടുക്കുന്ന ആ ഒരു കെയർ, ആ ഒരു പരിചരണത്തിന്റെ ഗുണപരമായ വശങ്ങള് രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ അടയാളമാണ്
പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയണത്, പേഷ്യന്റിന്റെ എന്താ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയണത്. മനസ്സിലായ? അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താ? പേഷ്യന്റിന് കിട്ടിയിട്ടുള്ള ഗുണപരമായ ആസ്പെക്ട്സ്, ആ ഒരു വശങ്ങളെ ആശ്രയിച്ചാണ് രോഗി എങ്ങനെ അത് തിരിച്ചറിയുന്നത്. ഇതിനെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് മെഷർ ഓഫ് ദോസ് ആസ്പെക്ട്സ്, ഇതിന്റെ എല്ലാ വശങ്ങളും രോഗി ആ വശങ്ങളൊക്കെ പകരമായിട്ട് ഉപയോഗിക്കുന്നു. ആ മൂന്നാമത്തെ കാര്യങ്ങൾ, അതിലൊന്നുമില്ല, ഓർത്തിരുന്നാൽ മതി. നാലാമത്തെ പോയിന്റ് എന്താ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ റിക്വയർമെന്റ് ഓഫ് attain the goals of health care since it influences the patient decision to follow prescribed treatment and seek professional health care in the future. Patient can evaluate the quality of care they get as they pay attention to all components of care, the science of medicine, the art of care and the amenities of care. ഇവിടെ എന്താ പറഞ്ഞേക്കണേ? പേഷ്യന്റിനുള്ള ചികിത്സകൾ, അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, നിർദ്ദിഷ്ട ചികിത്സകൾ പിന്തുടരാനും ഭാവിയിൽ പ്രൊഫഷണൽ ഹെൽത്ത് കെയർ നേടാനുമുള്ള പേഷ്യന്റിന്റെ ആ ഒരു ഡിസിഷൻ അങ്ങനെയാണ് പേഷ്യന്റ് എന്താ പറഞ്ഞേ? പേഷ്യന്റിന്റെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ട്രീറ്റ്മെന്റ് അതിനെ പിന്തുടരണം. ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോയി, കുറച്ച് കഴിഞ്ഞിട്ട് പേഷ്യന്റിന് ആ ട്രീറ്റ്മെന്റിൽ തന്നെയാണ് പേഷ്യന്റ്. അപ്പൊ ആ പേഷ്യന്റിന് ആ ട്രീറ്റ്മെന്റ് പിന്തുടരാനും പിന്നീട് ഭാവിയിൽ പ്രൊഫഷണൽ ഹെൽത്ത് കെയർ നേടാനും, പിന്നീട് പേഷ്യന്റിന് കുഴപ്പമില്ല എന്നുള്ള ഇതില് ട്രീറ്റ്മെന്റിന് പറയാണ്. പ്രൊഫഷണൽ ട്രീറ്റ്മെന്റ് നേടാനുമുള്ള പേഷ്യന്റിന്റെ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്നു. അല്ലെ? ഇഷ്ടമില്ലാത്തൊരു പേഷ്യന്റ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പോയി, ആ പേഷ്യന്റ് പിന്നെ തിരിച്ച് വീണ്ടും ഈ ഹോസ്പിറ്റലിലോട്ട് വരുമോ? ഇവിടുന്ന് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടല്ല പോയതെങ്കിൽ ആ പേഷ്യന്റ് പിന്നെ തിരിച്ചു വരില്ല. പിന്നെ ആ പേഷ്യന്റ് തിരിച്ചു വന്നെങ്കിൽ ഇവിടെ നിന്ന് പോണ ട്രീറ്റ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് വേണം പേഷ്യന്റ് തിരിച്ചു വരാൻ. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായ? പിന്നെന്താ പറഞ്ഞേ? രണ്ടാമത് എന്താ പറഞ്ഞേ? health care since patient decision to follow this treatment and seek for health care future. Patient can evaluate the quality of care, then get there, pay attention all components of care. എന്നുവെച്ചാൽ ആരോഗ്യ പരിരക്ഷയിലെ ലക്ഷ്യം ഇതിന്റെ പരിചരണത്തിന് എല്ലാ ഘടകങ്ങളും ആവശ്യമാണ്. എന്നുവെച്ചാൽ ആരോഗ്യ പരിചരണം, രോഗിക്ക് പേഷ്യന്റിന് നമ്മൾ ഒരു ഹെൽത്ത് കെയർ കൊടുക്കണം, ആരോഗ്യ സംരക്ഷണം കൊടുക്കും. അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട്, അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൈവരിക്കാൻ പേഷ്യന്റിന് എന്ത് വേണം? സാറ്റിസ്ഫാക്ഷൻ വേണം. അത് പേഷ്യന്റിന്റെ പരിചരണത്തിന്റെ എല്ലാ ഘടകങ്ങളും ശ്രദ്ധിക്കുന്നതിനാൽ രോഗിക്ക് ലഭിക്കുന്ന പരിചരണത്തിന്റെ ഗുണന നിലവാരം എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റിന് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ലൈഫാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ആ പേഷ്യന്റിനുള്ള ആ ഒരു ക്വാളിറ്റി ലൈഫ് വിലയിരുത്താൻ കഴിയണം. നല്ല രീതിയിലാണ് നമ്മൾ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അത് നമ്മൾ വിലയിരുത്താൻ കഴിയണം. അതെങ്ങനെ വിലയിരുത്താൻ കഴിയൂ? വൈദ്യശാസ്ത്രം പരിചരണത്തിന്റെ പരിചരണത്തിന്റെ സൗകര്യങ്ങൾ എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് വിലയിരുത്തുന്നത്. എങ്ങനെയാ വിലയിരുത്തണേ? സയൻസ് ഓഫ് മെഡിസിൻ, ആർട്സ് ഓഫ് കെയർ ആൻഡ് അമ്യൂണിറ്റീസ് ഓഫ് കെയർ. അണ്ടർലൈൻ ചെയ്യാം. കമ്പോണൻസ്, അറ്റൻഷൻ ടു ഓൾ കമ്പോണൻസ്, കെയർ ആയിട്ട് ബന്ധപ്പെട്ട കമ്പോണൻസ് എന്താ? അണ്ടർലൈൻ ചെയ്യാം. എന്താ? all components of care ഏതാ? സയൻസ് ഓഫ് മെഡിസിൻ, ആർട്ട് ഓഫ് കെയർ ആൻഡ് അമ്യൂണിറ്റീസ് ഓഫ് കെയർ. ഇത്രയും കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്താ? ലാസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. നാലാമത്തേല് ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ അതാണ് അതിലുമുള്ള ഇമ്പോർട്ടന്റ്. ഓക്കെ ജംഷീന ആള് നല്ല ആക്റ്റീവ് ആണ്, എല്ലാത്തിനും അപ്പൊ തന്നെ പ്രതികരിക്കണ്ട്, മെസ്സേജ് ഇടുന്നുണ്ട് അപ്പൊ തന്നെ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? പേഷ്യന്റ് ക്യാൻ ഇവാലുവേറ്റ്. നമ്മൾ പേഷ്യന്റിന്റെ ക്വാളിറ്റി, പേഷ്യന്റിന് എന്ത് നമ്മൾ കൊടുക്കണേ? ക്വാളിറ്റി ഓഫ് കെയർ ആണ് കൊടുക്കണേ. ഈ ക്വാളിറ്റി ഓഫ് കെയറിന്റെ ഓൾ കമ്പോണന്റ് കെയർ ഉണ്ട്, എല്ലാ കമ്പോണന്റ് കെയർ ഉൾപ്പെട്ടത് സയൻസ് ഓഫ് മെഡിസിൻ, ആർട്ട് ഓഫ് കെയർ, അമ്യൂണിറ്റീസ് ഓഫ് കെയർ. ഈ 3 കെയർ ആണ് പേഷ്യന്റിന് കൊടുക്കണ ക്വാളിറ്റി ഓഫ് കെയർ. അപ്പൊ ലാസ്റ്റ് പോയിന്റിൽ അത്രേ ഉള്ളൂ. അഞ്ചാമത്തെ പോയിന്റ് എന്താ? ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റിനെയർ ആസ്ക്ഡ് respondent general questions in connection with the reception, administration, hospital cleanliness, signage, hospital food. In a patient satisfaction survey important from the view of improvement of quality services and to achieve the maximum satisfaction of the patient. And the hospital satisfaction, other ഒരു ക്വസ്റ്റ്യന് റിസപ്ഷൻ, അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റലിന്റെ വൃത്തി, ഹോസ്പിറ്റലിന്റെ ഭരണം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? നമ്മളൊരു ഹോസ്പിറ്റലില് നല്ല ട്രീറ്റ്മെന്റ് ആണ്, നല്ല ഡോക്ടറാണ്, അവിടുത്തെ സ്റ്റാഫ് ഒക്കെ നല്ലതാണ്. പക്ഷെ അവിടെ വേറൊരു കുഴപ്പമുണ്ട്, വൃത്തിയില്ല. വൃത്തിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടാവോ? ഇഷ്ടാവില്ല.
ഒരു ബാത്റൂം മൊത്തം വൃത്തിയില്ലാണ്ട് നടന്നാൽ നമുക്ക് ആ പേഷ്യന്റിനെ അവിടെ കിടക്കാൻ പോകുന്നില്ല അല്ലെ. നമുക്ക് ഏറ്റവും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താ ഭക്ഷണം കഴിക്കാനാ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള സമയത്ത് വൃത്തിയില്ലാണ്ട് കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് മാത്രമല്ല നോക്കാം, ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് മാത്രമല്ല നോക്കാം. നമ്മൾ എന്ത് നോക്കും? ഹോസ്പിറ്റലിന്റെ ക്ലീനിങ്നെസ്, ക്ലീൻ ആണോ, സൈനേജ്, ഹോസ്പിറ്റൽ ഫുഡ്, അത് നോക്കും. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേയില് ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇരിക്കുന്നത് അല്ലെ. പിന്നെന്താ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫ്രം ദ വ്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് ക്വാളിറ്റി സർവീസസ് ആൻഡ് ടു അച്ചീവ് ദ മാക്സിമം. എന്താ പറഞ്ഞേ അവിടെ? എന്താ പറഞ്ഞേ? പേഷ്യന്റിന്റെ ഗുണനിലവാരം നമ്മൾ പറഞ്ഞു, സേവനങ്ങൾ, ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പേഷ്യന്റിന് ഈ സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും പരമാവധി സംതൃപ്തി നേടാനുമായിട്ട് രോഗിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഉണ്ട്. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആവാൻ വേണ്ടി ഇൻപേഷ്യന്റ് അവര് ശ്രദ്ധിക്കുക. അതിന്റെ സർവേ പ്രധാനമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ക്വാളിറ്റി ഓഫ് സർവീസ് ടു അച്ചീവ്, നമ്മൾ അതിന്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ടു അച്ചീവ് ചെയ്യാനായിട്ട്, നേടാനായിട്ട് നമ്മൾ എന്ത് നോക്കണം? ഈ പറഞ്ഞ കാര്യങ്ങൾ, ഹോസ്പിറ്റലിലെ ക്ലീനിങ്നെസ്, സൈനേജ്, ഹോസ്പിറ്റൽ ഫുഡ്, അഡ്മിനിസ്ട്രേഷൻ, റിസപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീറ്റ് ആക്കണം അല്ലെ. നമ്മൾ മരുന്നും ട്രീറ്റ്മെന്റും ഡോക്ടേഴ്സും മാത്രം നന്നായാൽ പോരാ, എല്ലാവരും നല്ല ക്ലിയർ ആയാൽ മാത്രമേ അവിടെ പേഷ്യന്റ് ഉണ്ടാവുള്ളൂ. പേഷ്യന്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുള്ളൂ. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ പറഞ്ഞത്. 5 പോയിന്റും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇത് ഈ ഒബ്ജക്റ്റീവ് കൂടി ഒന്ന് നോക്കാം. സിമ്പിൾ ആണ്. ഒബ്ജക്റ്റീവ് കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒബ്ജക്റ്റീവ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനുള്ള ലക്ഷ്യങ്ങൾ. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. എന്താ, ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു രോഗിയെ നമ്മൾ എടുക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി പേഷ്യന്റ്, ആ ഒരു ആരോഗ്യ സംരക്ഷണം, ഒരു പേഷ്യന്റിന്റെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് എന്താ, ആ ഒരു പേഷ്യന്റിനെ ബേസ് ചെയ്തിട്ടാ അല്ലെ. പേഷ്യന്റ് ആണ് ആ ഹോസ്പിറ്റലിന്റെ ആള്. പേഷ്യന്റ് ഉണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റലുള്ളൂ. അപ്പൊ ബേസിക് ആയിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് കെയർ, ക്ലിനിക്ക്, അങ്ങനെ ആരോഗ്യം നോക്കണ എന്തിതായാലും ബേസിക് ആയിട്ട് അവിടെ എന്തുണ്ടാവും? അവിടെ ആരെയാണ് കേന്ദ്രീകരിക്കുന്നത്? പേഷ്യന്റിനെ. ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. അവിടെ പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടാണ് അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിന്ന് പോണത്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് എന്താ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്. എന്ന് വെച്ചാൽ എന്താ, പേഷ്യന്റിന്റെ തൃപ്തി എന്നത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു ഭാഗമാണ്. അതാണ് സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്. ആ ഹോസ്പിറ്റൽ അവിടെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും ശക്തമായ കാര്യം. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റൽ നിലനിന്നുള്ളൂ. മൂന്നാമത്, അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് കണ്ടന്റ് ഓഫ് ഈസ് കസ്റ്റമർ. എന്ന് വെച്ചാൽ എന്താ, ഹോസ്പിറ്റലിന്റെ ആത്യന്തിക ലക്ഷ്യം ആ ഉപഭോക്താവിന്റെ, കസ്റ്റമർ എന്ന് പറയുന്നത് ആ പേഷ്യന്റ്, അതിന്റെ കസ്റ്റമറിന്റെ സംതൃപ്തിയാണ്. കസ്റ്റമറിന്റെ സംതൃപ്തിയാണ്. അതാണ് മൂന്നാമത് പറയണത്. ഒക്കെ ഒന്ന് തന്നെയാണ്, റിപ്പീറ്റ് പറയണത്. അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ഹോസ്പിറ്റൽ, കണ്ടെയ്ൻമെന്റ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ. കസ്റ്റമർ എന്ന് വെച്ചാൽ പേഷ്യന്റ്, കസ്റ്റമർ എന്ന് വെച്ചാൽ പേഷ്യന്റ്. ഹോസ്പിറ്റലിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ്. ഉപഭോക്താവ് എന്ന് പറയുന്നത് ആരാ? ഉപഭോക്താവ് എന്ന് പറയുന്നത് ആരാ? പേഷ്യന്റ്. പേഷ്യന്റിന്റെ, കസ്റ്റമറിന്റെ, ഹോസ്പിറ്റലിന്റെ ആദ്യത്തെ ലക്ഷ്യം പേഷ്യന്റിന്റെ സംതൃപ്തിയാണ്. നാലാമത്, നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ആൻഡ് കെയർ ഫോർ പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് but also positive outcomes for the staff, the community and health organization. എന്താ പറഞ്ഞേ, ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി, രോഗിയെയും അവരുടെ കുടുംബത്തെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയണം, സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ അവരെ പരിപാലിക്കാൻ ചെയ്യാൻ മാത്രമല്ല, അവിടുത്തെ സ്റ്റാഫിനും. പേഷ്യന്റിനെ മാത്രം നോക്കിയാൽ പോരാ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആരെ നോക്കണം? സ്റ്റാഫ്, അവിടുത്തെ ജീവനക്കാര്, അവിടുത്തെ ആ ഒരു സൊസൈറ്റി, അതിനൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നല്ല ഫലങ്ങളുണ്ടോ നമ്മൾ നോക്കണം. അപ്പൊ നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ കെയർ പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്, പേഷ്യൻസിനും ഫാമിലിക്ക് മാത്രം കൊടുത്താൽ പോരാ, പക്ഷേ പോസിറ്റീവ് ഔട്ട്കംസ് ഫോർ സ്റ്റാഫ്. അവിടെ സ്റ്റാഫ്, ഒരുപാട് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി, സൊസൈറ്റി ഉണ്ട് അല്ലെ. ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ആ ഒരു സമൂഹത്തിൽ ചുറ്റുപാട്, ആ ഒരു സൊസൈറ്റി, അതിന്റെ ഹെൽത്ത് ഓർഗനൈസേഷൻ, ആ കാര്യങ്ങളൊക്കെ നോക്കണം. അതെല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ
പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആകുള്ളൂ. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷന്റെ ലക്ഷ്യങ്ങളിൽ നാലാമത് പറയണത് അവിടുത്തെ സ്റ്റാഫ്, പേഷ്യന്റ് ഫാമിലി, അതുപോലെ തന്നെ സ്റ്റാഫിലെ ആ ഒരു സൊസൈറ്റിനെ നോക്കണം എന്നാണ്. അഞ്ചാമത് എന്താ പറയണേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലൈസ് ഓൺ വർക്കേഴ്സ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവാർഡ്സ് ദ പേഷ്യന്റ്. എന്താ? പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത് അവിടുത്തെ തൊഴിലാളികൾ, എംപ്ലോയീസ്, അവരുടെ പ്രചോദനം, അർപ്പണബോധം, പേഷ്യന്റിന്റെ കടമ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ രണ്ടാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും അണ്ടർലൈൻ ചെയ്യാം, അഞ്ചാമത്തെയും അണ്ടർലൈൻ ചെയ്യാം. 1, 2, 5 ഇമ്പോർട്ടന്റ് ആണ്. അഞ്ചാമത്തെ എന്താ പറഞ്ഞേ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, അതിനൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് പ്രചോദനം നൽകുന്നത് എന്തൊക്കെ? മോട്ടിവേഷൻ നൽകും, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി, അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന ഡ്യൂട്ടിയുടെ, അവരുടെ പേഷ്യന്റിന്റെ കടമ, അവർക്കുള്ള ഒരു അർപ്പണബോധം, അവരുടെ പ്രചോദനം, ഇത് മൂന്നിനെയും ആശ്രയിച്ചിട്ടാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നിലകൊള്ളുന്നത്, ആശ്രയിച്ചിരിക്കുന്നത്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ റിലേസ് ആശ്രയിച്ചിരിക്കുന്നത് എന്താ? മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ടുവാർഡ്സ് ദ പേഷ്യന്റ്, ഡ്യൂട്ടി ടുവാർഡ്സ് ദ പേഷ്യന്റ്. ഇത്രയും കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നിലകൊള്ളുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും അഞ്ചാമത്തെ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ബാക്കി ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി, ഇത്രേ ഉള്ളൂ. അപ്പൊ ഒന്നാമത് രോഗിയുടെ സംതൃപ്തിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത് പറയണത് എന്താ? ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ അടിസ്ഥാനപരമായിട്ട് ആരെ കേന്ദ്രീകരിച്ചിരിക്കണേ? പേഷ്യന്റിനെ, ഒരു പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏത് ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടാണ് വർക്ക് ചെയ്യണത്, അല്ലെ? രണ്ടാമത് പറയണത് എന്താ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന്, ഹോസ്പിറ്റൽ പ്രവർത്തിക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു കാരണം, അല്ലെ? ഹോസ്പിറ്റൽ പ്രവർത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ മൂന്നാമത് പറഞ്ഞത് എന്താ? അത് തന്നെയാണ് ഹോസ്പിറ്റലിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. കസ്റ്റമർ ആരാ? പേഷ്യന്റ്. നാലാമത് പറയണത് പേഷ്യന്റിന്റെ കുടുംബത്തെ മാത്രം നോക്കിയാൽ പോരാ, അവിടെ ജോലി ചെയ്യണ വർക്കേഴ്സ്, എംപ്ലോയീസ്, പിന്നെ ആരാ? ചുറ്റുപാട് സൊസൈറ്റീസ്, അവരൊക്കെ നോക്കണം. അഞ്ചാമത് പറയണത് പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷന് പ്രചോദനം നൽകുന്നത് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ, ഡ്യൂട്ടി ടുവാർഡ്സ് ദ പേഷ്യന്റ്. ഇത്രയും കാര്യങ്ങള് നിങ്ങൾ വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ വായിക്കാം, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കാം, അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഓക്കെ, വേറെ കുഴപ്പമില്ലല്ലോ? വലിയ എന്താണോ തൊണ്ടയ്ക്ക് ഭയങ്കര. 4 ക്ലാസ്സാ, രാവിലെ 2 ക്ലാസ് കഴിഞ്ഞു, ഉച്ചയ്ക്ക് 2 ക്ലാസ് കഴിഞ്ഞു, അടുപ്പിച്ച് 4 ക്ലാസ് എടുത്തിട്ടേ. അപ്പൊ ഓക്കെ എന്നാ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വായിച്ചിട്ട് പറയാട്ടെ. അപ്പൊ നമ്മൾ അടുത്തത് ഇതിന്റെ ഇതെടുത്തു. ഓക്കെ എന്നാ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വെൽക്കം.